ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് നോക്കാം. സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ ചെറിയ ടൈപ്പ് നല്ല മധുരമുള്ള മാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. അപ്പൊ എനിക്കിവിടെ കടയിൽ നിന്ന് ഈ മാങ്ങയുടെ പച്ചയായിട്ടാണ് കിട്ടിയത്. ഞാനിതിപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ മാങ്ങയുടെ നല്ല മണമുണ്ട്. ഈ മാങ്ങ നല്ല മണമാണ്. ഇത് വെച്ചിരുന്ന റൂമിലേക്ക് നല്ല മണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ മാങ്ങ കിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ ചെറിയ ടൈപ്പ് മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം സാധാരണ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വെക്കുന്നത് ഇതേപോലത്തെ ചെറിയ മാങ്ങ മുഴുവനായിട്ടാണ് ചേർക്കുക. ഇതിനെ പീസായിട്ട് കട്ട് ചെയ്തിട്ടല്ല ചേർക്കുക. അപ്പോൾ ഇതേപോലത്തെ മാങ്ങ ഇപ്പോൾ കിട്ടാനില്ലാന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പ് മാങ്ങ എടുക്കുക. ആ മാങ്ങയുടെ തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ മാമ്പഴ പുളിശ്ശേരി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയല്ലോ. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് മാങ്ങ 8 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയുടെ തൊണ്ട് കളഞ്ഞിട്ട് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ ചെറിയ മാങ്ങ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പ് നന്നായിട്ട് പഴുത്ത 2 മാങ്ങ എടുക്കുക. ആ മാങ്ങയുടെ തൊണ്ട് കളഞ്ഞിട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. കഴിഞ്ഞിട്ട് ഈ മാങ്ങ നമ്മൾ വേവിച്ചിട്ട് എടുക്കും. മാങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. പിന്നെ ഞാനിവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്ത് ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കീറിയിട്ട് ഇടണം. 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടണം. പിന്നെ കറിവേപ്പില വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളകിൻ്റെ പൊടി വേണം. ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർക്കണില്ല, ഇഞ്ചിയും ചേർക്കണില്ല, വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല. അതിൻ്റെ മാങ്ങ നമ്മൾ വേവിച്ചിട്ട് എടുക്കും. മാങ്ങ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കും. തേങ്ങ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിടിക്കണക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് ഇടുമ്പോൾ പിടിക്കണക്കിൻ്റെ അളവ് പറയാം. പിന്നെ ഇതേപോലത്തെ ഒരു 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം വേണം. ഞാനിവിടെ ചെറിയ ടൈപ്പ് ജീരകമാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അല്ല എടുത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഇത് 3ഉം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ തേങ്ങയൊക്കെ നിങ്ങൾ അരച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം നല്ല താത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ സാധാരണ ടാപ്പിലെ വെള്ളമാണ് ഇതേപോലെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കാറ്. അപ്പോൾ ഞങ്ങളുടെ ടാപ്പിലെ വെള്ളം നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ അങ്ങനെ തണുത്ത വെള്ളത്തിൽ അരച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓയിലൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നിട്ട് ഇതാകെ അങ്ങോട്ട് കട്ട പിടിച്ച പോലെ വരും. നമുക്ക് ശരിക്കും അരിഞ്ഞു കിട്ടിയില്ല. അപ്പോൾ ഞാനിവിടെ സാധാരണ വെള്ളം പതുക്കൊന്ന് ചൂടാക്കിയിട്ട് ചേർക്കും. അപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. പിന്നെ വെന്ത മാങ്ങയിലേക്ക് ഈ അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ മിക്സ് ചേർക്കും. ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ആ തേങ്ങയും കൂടിയിട്ടുണ്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കുക. തൈര് ഞാൻ എന്തോരാണ് ചേർക്കണേന്നുള്ളത് പറയാം. അല്ലെങ്കിൽ തൈര് ഇപ്പോൾ ചേർക്കണേന് അതിന് കറക്റ്റായിട്ട് അളവില്ല. നമ്മൾ ഏറ്റാദ്യം കുറച്ച് ചേർക്കും, അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിലേക്ക് തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിച്ച തൈര് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർക്കുക. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കട്ട പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചിട്ട് എടുക്കണം. കറിയിലേക്ക് നമ്മൾ ലാസ്റ്റ് താളിച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് കടുകും വേണം, ഉലുവയും വേണം, കറിവേപ്പിലയും വേണം, ഉണക്കമുളക് വേണം. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഒന്നും ചേർക്കില്ല. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ തൊണ്ട് കളഞ്ഞിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വേവിക്കാം. അപ്പോൾ മാങ്ങ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് റെഡി വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുക. ഞാനിവിടെ അതേപോലത്തെ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് മാങ്ങ ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം, ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുക. അല്ലെങ്കിൽ മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കാരണം ചില മുളക് പൊടിക്കൊക്കെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ എരിവ്. ഇതിലേക്ക് ശർക്കര ചേർക്കുക. ശർക്കര ഞാനിവിടെ ഇതിലേക്ക് ഇത്രയ്ക്ക് ചേർക്കുന്നുണ്ട്. ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഈ സ്റ്റീലിൻ്റെ കപ്പിലാണ് വെള്ളം ചേർക്കുന്നത്. ഈ കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്താൽ മതി.
ഈ തീ ഓണാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മൂടി വയ്ക്കുക. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇത് മൂടി വയ്ക്കുക. ഈ മാങ്ങ വേവണ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് പച്ചമുളക് ചേർക്കുക. ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ചെറിയ ടൈപ്പ് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതൊരെണ്ണം ഭയങ്കര ചെറുതാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കുക. തേങ്ങ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പിടിയായിട്ടാണ് ചേർക്കുന്നത്. ഇങ്ങനെ എല്ലാ വിരലും കൂട്ടിയിട്ട്. ഇതൊരു 4 അല്ലെങ്കിൽ ഒരു 4.5 പിടിയുടെ അടുത്ത് തേങ്ങ ഉണ്ടാവും. ഇത്തിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് വ്യത്യാസം വരണ്ട. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകം ഞാനിതിലേക്ക് 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്. ഇതിലേക്ക് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം തേങ്ങയിൽ ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും അറിഞ്ഞിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ടെടുക്കുക. വെള്ളം ചേർക്കാം. അങ്ങനെ കുറേ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കണ പോലെ ആയിപ്പോവും. കാരണം ഈ തേങ്ങയുടെ മുകളിലേക്ക് നിൽക്കണ്ട വെള്ളം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം മധുരം അങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പിന്നിലേക്ക് പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഇതിനകത്ത് മാങ്ങയൊക്കെ ഇട്ടുണ്ട്. മാങ്ങ വെന്ത് കഴിഞ്ഞാലും ഇതിനകത്ത് ഇതേപോലെ കുറച്ച് ഈ കറിയുടെ ചാറ് വേണം. കാരണം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയും കൂടിയും ചേർത്തിട്ട് ആ തേങ്ങയും കൂടിയിട്ട് ഒന്ന് വേവിക്കണം. അപ്പം അതനുസരിച്ചിട്ടുള്ള ചാറ് കറിയിൽ വേണം. പിന്നെ നിങ്ങളിപ്പോൾ ഒഴിച്ചപ്പോൾ വെള്ളം അങ്ങനെ ഒരുപാട് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കാം. തേങ്ങ അരച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. മിക്സിയിൽ കുറച്ചും കൂടി ഉണ്ട്, ഇച്ചിരി കൂടി ചാറ് ഒഴിച്ചിട്ടിട്ട്. തേങ്ങ ശരിക്കും അറിയണം, അപ്പോഴായിരിക്കും കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ഈ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഞാനിതോടെ മൂടി വയ്ക്കണില്ല, കാരണം മൂടി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കറി കൊണ്ട് തിളച്ച് പോകും. അപ്പോൾ ഞാനിവിടെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കറി തിളപ്പിക്കുന്നത്. ആ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് അങ്ങോട്ട് മാറണം. നമുക്ക് കറി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഞാനിവിടെ ഇതേപോലെ അങ്ങനെ തുറന്ന് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയുടെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്, തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അളവിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ആ വെള്ളം ചേർത്തേക്കണ സ്റ്റീലിൻ്റെ കപ്പ് ഉണ്ടല്ലോ, ആ കപ്പും ഈ കപ്പും സെയിം അളവ് തന്നെയാണ്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇപ്പോൾ ഈ കറി നിങ്ങൾ കൽച്ചട്ടിയിലാണ് വെക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽച്ചട്ടി ഓഫ് ചെയ്താലും കറി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. ഈ കൽച്ചട്ടിയിൽ ചൂട് കുറേ നേരം ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൽച്ചട്ടിയിലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം ഇതിലേക്ക്
ഇതേപോലെ ഇങ്ങനെ തൈര് ചേർത്താൽ മതി. അല്ലെങ്കിൽ തൈര് ചേർത്ത് കഴിഞ്ഞാലും കറി കിടന്നിട്ട് തിളക്കും. ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുളി കുറവ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തൈര് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി താളിച്ച് ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കടുക് ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ ഒരു അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം. ഇനി കടുക് പൊട്ടണം. കടുക് ഒരു പകുതി അങ്ങോട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.25 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. കാരണം ഉണക്കമുളകും ഒന്ന് നന്നായിട്ടൊന്ന് മുരിയണം. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയ്ക്ക്. അപ്പോൾ നമ്മൾ താളിച്ച് ചേർക്കുന്നതിന് നല്ലൊരു സ്മെല്ലും കിട്ടും, കറിക്ക് ഒരു നല്ല കളറും കിട്ടും. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ അതേപോലെ തന്നെ കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ രണ്ടും കുറേശ്ശെ ചേർത്താൽ മതി. ഈ തീ ഓഫ് ചെയ്യുക. കാരണം ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വഴിക്കാൻ നന്നായിട്ട് മുരിക്കും. പിന്നെ നമ്മൾ കുറേശ്ശേ ചേർക്കണുള്ളൂ. ഇത് ചൂടോട് കൂടിയിട്ട് കറിയിലേക്ക് ചേർക്കാം. താളിച്ച് ചേർത്ത് കഴിയുമ്പോഴാണ് ആ കറിയുടെ ശരിക്കുള്ള കളർ കിട്ടുക. പിന്നെ കറി നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കുമ്പോൾ ഇതൊരു ദിവസമൊന്നും ഇരിക്കണം ഈ കറി. അപ്പോഴായിരിക്കും ഈ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറിയിലേക്ക് അതിൻ്റെ താളിച്ച് ചേർത്ത് കഴിയുമ്പോഴാണ് ആ കറിയുടെ ശരിക്കുള്ള ഭംഗിയിട്ട്. ഇപ്പോൾ കറി കാണാനായിരുന്നാലും നല്ല ഭംഗിയുണ്ട്. ഇനി ഈ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്കറിയാലോ, മാങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ കറിക്ക് അത്യാവശ്യം മധുരമാണ് മുന്നിട്ട് നിൽക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു പുളി. പിന്നെ ഈ കറിക്ക് നിങ്ങൾ വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം നേരത്തെ റെഡി ആക്കിയിട്ട് വെക്കാം. ഒരു ദിവസം ഒന്ന് ഇരിക്കണം കറി. അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ കറി നമ്മളിപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം, അതിപ്പോൾ ഓരോ സ്ഥലത്ത് റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വെതറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം ഈ കറി പുറത്ത് വെച്ചിരുന്നാലും കേടുവരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കറിയിലേക്ക് നമ്മൾ താളിച്ച് ചേർക്കുന്ന സമയത്ത് ചുവന്നുള്ളി അല്ലെങ്കിൽ സവോളയ്ക്ക് നമ്മൾ ചേർക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർക്കാത്തത് അതുകൊണ്ടാണ്. സവോള അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് അങ്ങോട്ട് കേടുവരുമല്ലോ. അപ്പോൾ കറി നിങ്ങൾ ഇനിയിപ്പോൾ ഓണത്തിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നേരത്തെ തന്നെ റെഡി ആക്കിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി വയ്ക്കാം. നല്ല ചൂടോട് കൂടിയിട്ടാണ് മൂടി വയ്ക്കേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി കറിയുടെ ഗ്രേവി ഒക്കെ ഇരുന്നാലും ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര വെള്ളം പോലെ ഇരിക്കരുത്, എന്നാൽ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയായിരുന്നാലും ഇതേപോലെ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.